ബ്രാൻഡഡ് ഷൂസുകളുടെയും മോഡേൺ ചെരുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്. മിതമായ നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്, ഓപ്പോസിറ്റ് കനറ ബാങ്ക്, മെയിൻ റോഡ്, ചേലക്കര. കാർഷിക മേഖലയിൽ മൃഗാധിപത്യം. പഴയന്നൂരിൽ കർഷക ദമ്പതികളുടെ 2 ഏക്കറിലെ കൃഷി കാട്ടുപന്നികൾ നശിപ്പിച്ചു. പഞ്ചായത്ത് നടപടിയെടുക്കുന്നില്ലെന്ന ശക്തമായ ആക്ഷേപം. പഴയന്നൂരിൽ കർഷക ദമ്പതികളുടെ 2 ഏക്കറിലെ കൃഷി കാട്ടുപന്നികൾ പൂർണ്ണമായും നശിപ്പിച്ചു. പ്രതിസന്ധി രൂക്ഷം. പഞ്ചായത്ത് നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. സംസ്ഥാന സർക്കാരിന്റെ കാർഷിക സംരക്ഷണ വാദങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ കൃഷിയിടങ്ങളിൽ വന്യമൃഗങ്ങൾ തങ്ങളുടെ നിയമം നടപ്പാക്കുന്നു. 11ാം വാർഡിൽപ്പെട്ട സമ്മിശ്ര കർഷകരായ ഷാബു, സിമി ദമ്പതികളുടെ 2 ഏക്കറോളം വരുന്ന കൃഷി കൂട്ടമായെത്തിയ കാട്ടുപന്നികൾ പൂർണ്ണമായും നശിപ്പിച്ചു. പഴം, പച്ചക്കറി, ചേന, ചേമ്പ്, പപ്പായ തുടങ്ങി ആയുർവേദ ഔഷധ മൂല്യമുള്ള കൂവകൃഷി ഉൾപ്പെടെയാണ് കമ്പിവേലികൾ തകർത്ത് പന്നിക്കൂട്ടം നശിപ്പിച്ചത്. പാരമ്പര്യമായി ലഭിച്ച 7 ഏക്കർ സ്ഥലത്ത് കൃഷിയോടുള്ള താൽപര്യം കൊണ്ട് മാത്രം പിടിച്ചുനിന്ന ഈ ദമ്പതികൾക്ക് ഇത് കനത്ത തിരിച്ചടിയാണ്. 2 ഹെക്ടറിൽ കൂടുതലുള്ള കർഷകർക്ക് സൗജന്യ വൈദ്യുതിയോ മറ്റ് ധനസഹായങ്ങളോ ലഭിക്കാത്ത സർക്കാർ നിയമം കാരണം നിലവിൽ ഇവർക്ക് ഒരു ആനുകൂല്യവും ലഭിക്കുന്നില്ല. വന്യജീവി ശല്യം കാരണം മറ്റു പല കർഷകരും കൃഷി ഉപേക്ഷിച്ചു പോയപ്പോഴും പിടിച്ചുനിന്ന ഇവരും നിസ്സഹായരാവുകയാണ്. സംസ്ഥാന സർക്കാർ പന്നിയെ വെടിവെച്ചു കൊല്ലാൻ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാർക്ക് അധികാരം നൽകിയിട്ടും പഴയന്നൂരിലെ പഞ്ചായത്ത് ഭരണസമിതി കർഷക ദ്രോഹപരമായ നയമാണ് സ്വീകരിക്കുന്നതെന്നും അതിനാൽ നടപടിയുണ്ടാകുന്നില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. അധികൃതരുടെ അനാസ്ഥയാണ് കർഷകർക്ക് ഈ ദുരിതം സമ്മാനിക്കുന്നതെന്നും കർഷകർ കൂട്ടത്തോടെ ഈ മേഖല വിടുന്നതിന് കാരണം പഞ്ചായത്തിന്റെ മൗനമാണെന്നുമാണ് ശക്തമായ വിമർശനം. ഇതിപ്പോ ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അങ്ങനെ കാട്ടുമൃഗങ്ങളുടെ ശല്യം കൊണ്ട് കൃഷി നശിക്കുക, ഇപ്പൊ കൃഷിയിൽ നിന്ന് പിൻവാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നമ്മുടെ സുഹൃത്തുക്കളായ പലരും കൃഷി ചെയ്തിട്ട് ഇങ്ങനെ ഒരു ശല്യം കൊണ്ട് മുഴുവൻ ഭൂമിയും കൃഷി ഉപേക്ഷിച്ചിട്ട് വനം പിടിച്ച് കിടക്കുകയാണ്. ഇപ്പോൾ ഒരു മാർഗവും ഇല്ല. നമുക്ക് ഇപ്പോൾ ഈ ഒരു 2 ഹെക്ടർ ലിമിറ്റ് വെച്ചതാണ് ഏറ്റവും വലിയ ഉപദ്രവമായി മാറിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സഹായത്തിന് സർക്കാരിനെ സമീപിക്കാൻ യാതൊരുവിധ മാർഗവുമില്ല. എന്തിന് അപേക്ഷ കൊടുത്താലും അപ്പോൾ പറയും നിങ്ങൾക്ക് സ്ഥലം കൂടുതലാണ്, അപേക്ഷ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് തള്ളുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മളിപ്പോൾ സർക്കാർ നമ്മളോട് പറയുന്നത് നമുക്ക് ഈ 2 ഹെക്ടറിന് കൂടുതലുള്ള സ്ഥലം വിറ്റിട്ട് നിങ്ങൾ 2 ഹെക്ടറുമായിട്ട് പരിമിതിപ്പെടുത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ 2 ഹെക്ടറിൽ കൂടുതൽ കൃഷി ചെയ്യുന്നവർ മുഴുവൻ കർഷകരല്ല. അവരുടെ നിന്ന് നികുതിയും മറ്റുള്ള കാര്യങ്ങളെല്ലാം സ്വീകരിച്ചിട്ട് അവർക്ക് ഒരു സഹായവും ചെയ്യില്ല എന്ന് പറയുന്നത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് എല്ലാവരും ശ്രദ്ധിച്ച് അതിന് വേണ്ട ഒരു നടപടി സ്വീകരിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. എന്നാലാണ് ഞങ്ങൾക്ക് ഈ മേഖലയിൽ തുടർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാവിധ ഉദ്യോഗസ്ഥരുടെ എല്ലാവിധ സഹായവും അഭ്യർത്ഥിക്കുകയാണ്. നന്ദി. CCV ന്യൂസ്, പഴയന്നൂർ.